ഷാലോം ടിവിയുടെ വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്കോസ് ബാവയാണ്. CBCAയുടെ മുൻ അധ്യക്ഷൻ, മതാന്തര സംവാദത്തിനു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ, ഡിക്കസ്റ്ററി ഫോർ ദ ഈസ്റ്റേൺ ചർച്ച്, ഏഷ്യൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ കേന്ദ്ര കമ്മിറ്റി എന്നിവയിൽ അംഗവുമാണ്. അഭിമന്യ പിതാവേ, ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ അങ്ങയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബത്തേരി രൂപതയിലെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച അങ്ങ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുകയും സീറോ മലങ്കര സഭയെ ആഗോള സഭയുടെ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഒരു മഹത്തായ പങ്കുവഹിച്ച വ്യക്തിയാണ് അവിടുന്ന്. അങ്ങയുടെ സഭാഭരണത്തിലും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുമുള്ള ഇടപെടൽ എന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു സമൂഹത്തിന്. വളരെ സന്തോഷമുണ്ട്. ശാലോമിൻ്റെ ശുശ്രൂഷയിലൂടെ വീണ്ടും നമ്മുടെ ദൈവജനത്തെ കാണുന്നതിനും കേൾക്കുന്നതിനും ഈ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിനും ഇടയായതിൽ 2 വർഷത്തോളം ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ ഈ കോവിഡ് എന്ന മഹാമാരി തിരുസഭയെ അഥവാ വിശ്വാസികളുടെ സഭാത്മക ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതായത് പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ? അതുപോലെ തന്നെ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ സഭയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാമോ? ലോകത്തിൻ്റെ തന്നെ മുഴുവൻ സമീപനങ്ങളെയും മാറ്റിമറിച്ച ഒരു അനുഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. പൊടുന്നനവേ വന്നു, ദീർഘനാൾ നമ്മോടുകൂടെ താമസിച്ചു, നമ്മെ മാറ്റിമറിച്ചു, സാവകാശത്തിൽ അപ്രത്യക്ഷമാകുന്നു എന്ന് നാം കരുതുന്നു. എന്നാൽ സമൂഹം, മനുഷ്യൻ ആകെ മാറിയിരിക്കുന്നു. ഒരു ചുരുക്കമായി അതിനെ അങ്ങനെ കാണുന്നതാണ് അതിൻ്റെ ഒരു ചിത്രം. അത് സഭാജീവിതത്തെ എന്നത് മാത്രമല്ല, മനുഷ്യൻ്റെ സത്തയെ തന്നെ ബാധിച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടും. കാര്യം ഉദാഹരിച്ച് പറഞ്ഞാൽ, മനുഷ്യനിൽ പൊതുവേ ഒരു ഇൻഡിഫറൻറ്റിസം, ഒരു നിസ്സംഗത, ഒന്നിനോടും മമതയില്ലായ്മ, അത് പൊതുവേ ബലപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കോവിഡ് മഹാമാരി വരുന്നത്. ഈ മേഖലയിൽ ഇത് ആഴത്തിൽ വേരോടി. കോവിഡാനന്തര ലോകം എന്നതിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരു കാര്യം ഈ നിസ്സംഗതയാണ്, ഒന്നിനോടും മമതയില്ലായ്മ. അത് ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ട് സംസാരിക്കുന്നതിന്, കാണുന്നതിന്, കേൾക്കുന്നതിന് ഒന്നും താല്പര്യമില്ലായ്മ. വിശുദ്ധ കുർബാന നമ്മൾ ഓൺലൈനിൽ വിശ്വാസികൾക്ക് വേണ്ടി ക്രമീകരിച്ചത് ഉദാശയുടെ ഒരു അനുഭവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, അതാവ് വലിയ അനുഭവമാണ്. സംസ്ഥാനത്തെ ഒരു വലിയ ഉദ്യോഗത്തിൽ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഓൺലൈൻ കുർബാന ക്രമീകരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തത്, വീട്ടിൽ ഒരു മേശ വെള്ളവിരിയിട്ട് ഒരു ക്രൂശ് അതിൽ വെച്ച് 2 വശത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് 2 പേരും ഭാര്യയും ഭർത്താവും അതിന് മുമ്പിലിരുന്ന് വിശുദ്ധ കുർബാന കണ്ട കാര്യം അദ്ദേഹം പറഞ്ഞു. ദേ വർ പ്രിപ്പയർഡ്, അവർ ഒരുക്കമുള്ളവരായിരുന്നു. ഇത് ഒരു വശം. മറുവശത്ത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, ഓൺ ചെയ്തിട്ട് അനേക കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഇത് ഒരു സുവിശേഷ പ്രസംഗം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് പോലെ ഓൺലൈനിൽ അനേകം ആളുകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വന്നു. പിന്നീട് അതും ഏതാണ്ട് അവസാനിക്കുന്ന ഒരു കാര്യം. പല കാരണങ്ങളുണ്ട്. പള്ളിയിൽ വരാതിരുന്നതിന് വഴക്ക് പറഞ്ഞ വികാരി അച്ഛൻ പള്ളിയിൽ വരുന്നതിന് വഴക്ക് പറയുന്ന ഒരവസ്ഥ ഈ കോവിഡ് സമ്മാനിച്ചിട്ടുണ്ട്. മുതിർന്ന ആളുകൾ വരരുത് എന്ന് പറയേണ്ടി വന്നു നമുക്ക് നിയന്ത്രണങ്ങൾ മൂലം. കുഞ്ഞുങ്ങൾ വരരുതെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരാത്തതിന് ശകാരിച്ച അതേ വികാരി അച്ഛൻ വരുന്നതിന് ശകാരം പറയുന്ന ഒരു കാര്യം വന്നു. ഇതെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രായോഗികമായി തക്കം നോക്കിയിരുന്ന ചില ചോദ്യങ്ങൾ മുമ്പോട്ട് വിടുന്നതിന് ചില ആളുകളെ സഹായിച്ചു. 2 വർഷം പള്ളിയിൽ പോയില്ലല്ലോ, ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുത്തരം അവർ തന്നെ പറയുകയാണ്.
സംഭവിച്ചോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇടുന്നില്ല. ഉത്തരം അവർ തന്നെ പറയുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ. സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കോവിഡാനന്തര ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സമ്മാനിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരു ലോകമഹായുദ്ധത്തിൻ്റെ പരിണിത ഫലമായുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിലാണ് നാം ജീവിതം കണ്ടുവരുന്നത്. ഈ അകൽച്ച, താല്പര്യമില്ലായ്മ, പ്രതിബദ്ധതയില്ലായ്മ നമ്മെ എവിടെ എത്തിക്കും? ഇത് ദേവാലയത്തിൽ 2-3 പേരോ കുറയുന്നു എന്നതിൻ്റെ പേരിൽ ദേവാലയത്തിലെ ശുശ്രൂഷകരായ വൈദികരോ മേലധ്യക്ഷന്മാരോ സമർപ്പിതരോ പള്ളിയിൽ പോകുന്ന ചില പ്രേക്ഷിതരോ പറയുന്ന കാര്യമായി ചില ആളുകൾ തരം താഴ്ത്തി കാണാറുണ്ട്. അതല്ല വിഷയം. ഈ ബന്ധമില്ലായ്മ കുടുംബങ്ങളെ തകർക്കും. ഈ ബന്ധമില്ലായ്മ വ്യക്തികളുടെ ജീവിതത്തിൽ അപജയങ്ങളിലേക്ക് പോകും. അപ്പോൾ നാം ഒരുപക്ഷെ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു ജീർണത മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ശരീരത്തിന് വലിയ ആഘാതം സംഭവിച്ചിട്ടുണ്ട്. അതിനെ ഒരു പരിധിവരെ ചെറുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ 2 തവണ കോവിഡ് രോഗത്തിന് അടിമപ്പെട്ട് വന്ന ആളാണ്. ഇപ്പോഴും ജീവിക്കുന്നു. ആരോഗ്യപരമായ അനേക കാര്യങ്ങളിൽ വിഷമിക്കുന്ന മനുഷ്യരുണ്ട് കോവിഡാനന്തര ലോകത്ത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇതേക്കുറിച്ച് അവർക്ക് വിവരിക്കാനാവാത്തതുപോലെയുള്ള അസ്വസ്ഥതകൾ അവർക്കുണ്ട്. ഇതിൽ നിന്നൊന്ന് കയറി വരുന്നത്. അപ്പോൾ കോവിഡാനന്തര ലോകത്ത് ആരോഗ്യപരമായ വിഷയങ്ങളുണ്ട്, മാനസികമായ വിഷയങ്ങളുണ്ട്, വിശ്വാസ സംബന്ധമായ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ ഒരുപാട് മനുഷ്യർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ വന്ന് നിൽക്കുന്നത് കുടുംബങ്ങളിലാണ് ഈ ആഘാതം വന്ന് നിൽക്കുക. കുടുംബങ്ങളിലാണ് ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആഘാതം. അടിസ്ഥാന പള്ളി അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിനെ പരിഹരിക്കാനുള്ള വിവിധ മാർഗങ്ങളിലേക്ക് എക്കണോമിക് വേൾഡ്, സാമ്പത്തിക ലോകം ഒരു പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സഭ എന്ന നിലയിൽ നമുക്കിതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വലിയ സജ്ജീകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. യുവത്വത്തെ കരുതുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരുടെ ഭാഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമീപനം സഭയ്ക്ക് ഇന്ന് ആവശ്യമുണ്ട്. നമ്മുടെ സഭയുടെ അടിസ്ഥാന നിലനിൽപ്പ് എന്ന് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കാനാണ്. സുവിശേഷം പ്രസംഗിക്കാതെ ഇരുന്നാൽ നമുക്ക് ദുരിതം എന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നല്ലോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലും യുവതിയുവാക്കളിലും ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനുള്ള ഉത്സാഹം അത് പ്രകടമാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ടൂൾസ് നമുക്കിനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ടൂൾസ് അതിന് പര്യാപ്തമായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് കോവിഡാനന്തര ലോകത്ത് സഭയ്ക്ക് ചില വെല്ലുവിളികളുണ്ട്. ആ ചലഞ്ചസ് നമ്മൾ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഏറ്റെടുക്കേണ്ട സമയമാണ്. ഒരു പ്രധാനപ്പെട്ട അതിലെ ഒരു വിഷയം ഫൈൻഡ് ദ യൂത്ത് വെയർ ദേ ആർ. നമ്മൾ കുടിയേറിപ്പോകുന്ന യുവതി യുവാക്കളുടെ കണക്കെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. കുടിയേറിപ്പോകുന്ന മനസ്സുകളുടെ പിന്നാലെ പോകാൻ നമുക്ക് ഇനിയും സാധിക്കണം. ഇത് അസാധ്യമായ കാര്യമല്ല. നമുക്ക് സാധ്യമായ പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടി സാധ്യമാകുന്ന മേഖലയാണ്. ഇതിലേക്ക് നമ്മൾ കണ്ണു തുറക്കുകയും മനസ്സ് വയ്ക്കുകയും ചെയ്യേണ്ടത് സഭയുടെ അടിയന്തരമായ ഒരാവശ്യമായി എനിക്ക് ബോധ്യപ്പെടുന്നു. താങ്ക് യു പിതാവേ. ഈയൊരു പ്രതിസന്ധി, അതായത് ഒരു മഹായുദ്ധത്തിന് ശേഷം ലോകം അനുഭവിക്കപ്പെടുന്നത് പോലുള്ള ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു മഹാമാരിക്ക് ശേഷവും ലോകം അഭിമുഖീകരിക്കുകയാണ് എല്ലാ തരത്തിലും. സാമ്പത്തിക തലങ്ങളിൽ, മാനസിക, അതായത് സൈക്കോളജിക്കൽ ലെവല്, ഒപ്പം തന്നെ ആത്മീയ തലങ്ങൾ, ഒപ്പം ഇമോഷണൽ ബന്ധങ്ങൾ, മനുഷ്യൻ്റെ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇതിനെ പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള ലോകം അവരുടെ ശ്രദ്ധ തുടങ്ങിക്കഴിഞ്ഞു, അവരുടെ കഴിവുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് ചർച്ച്, നമ്മുടെ സഭ അവരുടെ ആത്മീയ തലങ്ങളെ, പിതാവ് പറഞ്ഞു, കുടിയേറിപ്പോകുന്ന മനസ്സുകളെ, അതായത് സഭയിൽ നിന്ന്, ആത്മീയ ജീവിതത്തിൻ്റെ അകക്കാമ്പുകളിൽ നിന്ന്, കുടുംബജീവിതത്തിൻ്റെ വ്യക്തിബന്ധങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങളുടെ മനസ്സുകളെ തിരിച്ചു പിടിക്കാൻ സഭ വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊരു വലിയ തുറവിയിലേക്കാണ്, ഒരു വലിയ ചിന്തയിലേക്കാണ് ഈ പിതാവിൻ്റെ ഈ ഒരു വാക്കുകൾ, പിതാവിൻ്റെ ഈ വാക്കുകൾക്ക് പിന്നിലുള്ള സ്വപ്നങ്ങൾ എത്തി നിൽക്കുന്നത്. പിതാവെ, സഭയും വിശ്വാസവും നമ്മുടെ യുവജനങ്ങൾക്ക് അന്യമായി തീരുന്നുണ്ടോ? അതെയോ സഭ അവരിൽ നിന്ന് അകലുകയാണോ, സഭയിൽ നിന്ന് അവരകലുകയാണോ? അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? എന്താണ് ഇതിനൊരു പരിഹാരം?
ഇതിൻ്റെ ഒരു ഉള്ളർത്ഥം, ഒരു അകൽച്ച, നമുക്ക് അവിടെ ആരംഭിക്കാം. ഈ അകൽച്ച പരിഹരിക്കപ്പെടണം. മാറിവാനിയോസ് തിരുമേനി ഇങ്ങനെ കൂടെ പറയുമായിരുന്നു, ദൈവസേവനം നല്ലതാണ്, ദൈവസമ്പാദനമാണ് അത്യുത്തമം. ടു ഹാവ് ഗോഡ് വിത്ത് യു. നമ്മൾ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ആ വലിയ ദൈവശാസ്ത്രത്തിൻ്റെ പിതാവിൻ്റെ ഒരു ഭാഷ്യം, ദൈവസമ്പാദനം. പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. അപ്പോൾ ഒരാൾക്ക് ദൈവാനുഭവം, നമ്മെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിലല്ലാതെ ഈ ദൈവം നമുക്കില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു സത്യമാണ്, അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. ഇത് വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ, അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഭാഷ്യങ്ങളുണ്ടാകണം. അതിന് സഭ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഇതേ സത്യം അവതരിപ്പിച്ചതുപോലെ 21-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കേണ്ടതില്ല. മാത്രമല്ല, അവതരണ രീതിക്ക് മാറ്റമുണ്ടാകണം. പക്ഷേ അടിസ്ഥാനം ഒന്ന് തന്നെ. മാമോദീസായുടെ സമയത്ത് കൊച്ചു കുഞ്ഞിന് വേണ്ടി തലതൊടുന്ന അപ്പനോടും അമ്മയോടും പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. ആ കുഞ്ഞിനോടല്ല, അപ്പനോടും അമ്മയോടും പറയുന്നു, തലതൊടുന്നവരോട്. പ്രായമാകുമ്പോൾ ഈ കുഞ്ഞിനോട് നമ്മൾ പറയുന്നു. യുവതി യുവാക്കളോട് നമ്മൾ ഇതേ കാര്യം പറയുന്നു മറ്റൊരു രീതിയിൽ. ഈ അകൽച്ച വരുന്നതിൻ്റെ ഒരു കാര്യം, ഈ മാമോദീസായിൽ കൊച്ചു കുഞ്ഞിനു വേണ്ടി തലതൊടുന്ന അപ്പനോടും അമ്മയോടും പറയുന്ന കാര്യം വിവാഹത്തിനൊരുങ്ങി നിൽക്കുന്ന യുവാവിനോടും യുവതിയോടും പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. വ്യത്യസ്തമായി ഇവരെ കാണണം. ഇവർ വളർന്നു എന്ന് നമുക്ക് മനസ്സിലാകണം. ഇവരെ അക്കമ്പനി ചെയ്യുന്നത് ചെറുപ്രായത്തിൽ നടക്കാൻ പഠിപ്പിക്കുന്ന കൊച്ചു കുഞ്ഞിനെ പോലെയല്ല, കൂടെ ഒപ്പം നെഞ്ചു വിരിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു യുവാവും യുവതിയുമാണ് എന്ന് നാം തിരിച്ചറിയണം. അകൽച്ച കുറയാൻ സാധിക്കുന്ന മേഖലകളാണ്. വിവാഹം കഴിഞ്ഞ് പിന്നീട് നമ്മൾ എന്ന് ഇവരെ കാണുന്നു? വളരെ കാലം ഇവരെ കാണുന്നില്ല. നമ്മുടെ ഉപദേശവും നമ്മുടെ സാമീപ്യവും നമ്മുടെ അടുപ്പവും നമ്മുടെ വാത്സല്യവും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ, ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിൽ ഇവർ കുടിയേറിപ്പോവുകയാണ്. ചിലപ്പോൾ ശാരീരികമായി അവരോടെ തന്നെ കാണും, മനസ്സുകൾ മറ്റെവിടെയോ ആണ്. അകൽച്ച വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ അക്കമ്പനിമെൻ്റ്, അനുധാവനം ചെയ്യുക എന്ന ഒരു കാര്യത്തിലെ നമ്മുടെ ഒരു സ്പീഡ് കുറവ് ഈ അകൽച്ച വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അടിസ്ഥാന സത്യത്തിൽ നിന്നുകൊണ്ടല്ലാതെ സഭയ്ക്ക് സൂപ്പർഫ്ലുവസ് പ്ലഷേഴ്സ് നൽകി സന്തോഷിപ്പിക്കാനാവില്ല. അങ്ങനെ ശ്രമിക്കുകയും വരുത്. യേശു ദൈവം അയച്ച അവിടുത്തെ പുത്രൻ, നമ്മുടെ രക്ഷകൻ, നമുക്ക് വേണ്ടി മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, പുനരുത്ഥാനം ചെയ്തവൻ, നമ്മെ കൂടെ ഇരുത്താൻ മനസ്സുള്ളവൻ, നിത്യജീവൻ തരുന്ന ദൈവം. അബ്സല്യൂട്ട്ലി ദെർ ഇസ് നോ കോംപ്രമൈസ്. ആരിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. ഈ യൂത്ത്ഫുൾ ഏജിലുള്ള സഭാ വിശ്വാസികളില്ലാതെ സഭയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ? സഭ എന്നത് ഒരു വശത്തും കുറച്ച് ചെറുപ്പക്കാർ അങ്ങേ വശത്ത് നിൽക്കുന്നത് വഴി ഡിവിഷൻ, അങ്ങനല്ല. ദേ ആർ ഓൾസോ ദ ചർച്ച്. സഭ അവിടെയുമുണ്ട്. അപ്പോൾ ഇത് സഭയുടെ ഏറ്റവും സജീവമായ ഒരു കാലഘട്ടമാണ് ഈ യുവത്വം. ദേ ആർ നോട്ട് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അതൊരു നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകമായിട്ടല്ല, നമ്മുടെ ഏറ്റവും സജീവമായ ഒരു ജീവിത ഘട്ടമാണ് യുവത്വം. അപ്പോൾ നമുക്കിതിനെ അങ്ങനെ ലാഘവത്തിൽ കാണാൻ കഴിയുമോ? അതുകൊണ്ട് നമ്മുടെ ഈ യുവജന ശുശ്രൂഷ, പ്രേക്ഷിതത്വം ഗൗരവമായി എടുക്കേണ്ടുന്ന ഒരു കാലയളവാണ്. നമ്മളിവരെ കുടിയേറി പോകുമ്പോൾ ആ രാജ്യത്ത് നമ്മൾ പോയി ഇപ്പോൾ പാസ്റ്ററൽ കെയർ കൊടുക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം ഇവരുടെ കൂടെ അനുധാവനം ചെയ്ത് നടക്കാൻ നമുക്ക് സാധിക്കുന്നു? ഇത് ഒരു ചലഞ്ചായി സഭ സ്വീകരിക്കേണ്ടുന്ന നാളുകളാണ്. അതനുസരിച്ച് നമുക്ക് സഭയുടെ യുവത്വം നിലനിർത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇനി പ്രായോഗികമായി ഓരോ സ്ഥലത്തും ആവിഷ്കരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഗ്രാമത്തിലെ സഭയല്ല നഗരത്തിലെ സഭ. കുടിയേറിപ്പോകുന്ന ആളിൻ്റെ സഭാജീവിത ശൈലിയല്ല നമ്മളുടെ ചെറിയ ഗ്രാമങ്ങളിലെ സഭാജീവിതക്രമം. ഇവിടെയെല്ലാം അതിൻ്റെ ഒരു വയബിലിറ്റി, ഒരു നമുക്ക് അനായാസേന കൈകാര്യം ചെയ്യാവുന്ന ഒരു മനസ്സിൻ്റെ വലിപ്പം പ്രകടമാക്കേണ്ടുന്ന ഒരു പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ
നമുക്ക് സമയമായി എന്ന് ഞാൻ കരുതുന്നു. പിതാവെ, യുവജനങ്ങളുടെ ഈ അക്കമ്പനിമെൻറ്റ് ഫോർ ദെയർ സ്പിരിച്വൽ ഗ്രോത്ത്, അതിനെക്കുറിച്ച് പിതാവ് പറഞ്ഞു. എൻ്റെ ഒരു ചിന്ത, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരുപാട് യുവജനങ്ങൾ ലവ് ജിഹാദ് ഇതിലേക്കൊക്കെ പോകുന്നുണ്ട്. എത്ര കത്തോലിക്ക പെൺകുട്ടികളാണ്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ, ഒരു പക്ഷേ ഒരു ജോലിയിലേക്ക്, ജീവിതത്തിൻ്റെ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെട്ടവർ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? ധാരാളം കാരണങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ആരംഭിക്കാം. നമ്മുടെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ നാം ആഴപ്പെടേണ്ടുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇല്ലേ? അതായത് നമ്മൾ യേശുക്രിസ്തു എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമെന്ന് ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ, കത്തോലിക്ക തിരുസഭയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിപ്പിച്ചു വരുന്ന ഒരു രീതി, അനുഭവം, വളർത്തുന്ന രീതി നാം ശ്രദ്ധിക്കേണ്ടതല്ലയോ? ഇത് പെട്ടെന്ന് കൈവിട്ടു പോകുന്നൊരനുഭവം, ഇത് മറന്നു പോകുന്നൊരനുഭവം. അപ്പം അത് നമ്മെ തോൽപ്പിക്കുവാൻ വരുന്ന എതിരാളി എത്ര ശക്തനാണെങ്കിലും നമ്മളുടെ ഒരു അടിത്തറ ചിലപ്പോൾ സാരമായി നമ്മെ സഹായിക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നാം പൂർണ്ണമായി പരാജയപ്പെട്ടെന്നോ ഒന്നുമല്ല ഞാൻ അർത്ഥമാക്കുക. അതിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയും ഈ വിഷയങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന കെടുതികൾ, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കെടുതികൾ വളരെ വലുതാണ്. മാതാപിതാക്കൾ അനുഭവിക്കുന്ന കെടുതി എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബത്തെ ഒരു ഷോക്കാണ് സംഭവിക്കുക. ആ ഷോക്ക് ഒരു നിമിഷത്തേക്കല്ല, അനേക നാളുകളിലേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു മകനെ നഷ്ടമാകുമല്ലേ പിതാവേ? എന്നേക്കുമായി നഷ്ടമാകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടമല്ലേ? സാധ്യമല്ലാത്തതുപോലെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെയും വീണ്ടും നാം ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉപരിപ്ലവമായ ഒരു തലമുണ്ട്. നാം ഒരു ആത്മശോധനയ്ക്കും പരിശോധനയ്ക്കും വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. പിതാവ്, ഇത് ആത്മശോധന എന്ന് പറയുമ്പോൾ സഭയുടെ തലങ്ങളിലാണോ അതോ കുടുംബത്തിലാണോ? ഇത് എവിടെയാണ് നടക്കേണ്ടത് ഈ ആത്മശോധനയും? സഭയെന്ന് പറയുന്നത് ഒരു താത്വികമായി ആകാശവിധാനത്ത് നിൽക്കുന്ന ഒരു സങ്കല്പത്തിലല്ല ഞാൻ സംസാരിക്കുക. അടിസ്ഥാന പള്ളി വീടാണ്. അതെ. കുർബാന അർപ്പിക്കുന്ന ദൈവാലയം നമുക്ക് ഉണ്ട്. അതിൻ്റെ ചെറിയ പതിപ്പ് തിരികത്തിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു കുടുംബമുണ്ട്. ഇവിടെ ആരംഭിക്കുന്ന കുർബാനയുടെ ഒരുക്കമാണ് ഇടവക പള്ളിയിലെ ദൈവാലയത്തിൽ സാക്രമെൻ്റൽ സെലിബ്രേഷനായി, കുദാശപരമായ ആഘോഷമായി നടക്കുന്നത്. അപ്പോൾ ഈ കുർബാന നടക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഇത്രയും പ്രിക്കോഷൻ മതിയോ, ഇത്രയും പ്രിപ്പറേഷൻ മതിയോ എന്ന് നാം ആരെയും സഭ കുറ്റപ്പെടുത്താൻ ഒരു വേദിയായും കുറ്റമേറ്റുവാങ്ങാൻ കുറച്ച് പേര് വേറൊരു വേദിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ ഒരു ആത്മപരിശോധനയുടെ ആവശ്യമുണ്ട്. ഈ കുടുംബമല്ലേ സഭ? ഈ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചാണ് സഭാമക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പം നാം സ്വയം പരിശോധിക്കുക എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും പരിശോധിക്കുക ഈ ഒരു കാര്യത്തിലുള്ള നമ്മളുടെ നിഷ്ഠാപരമായ ഒരു സമീപനം. നമുക്ക് വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങളുണ്ട് നമ്മുടെ ആത്മീയതയെ പരിപോഷിപ്പിക്കാൻ, അത് അനിവാര്യമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ യുവത്വത്തിൻ്റെ ഈ കർമ്മോത്സുകതയെ കുറച്ചുകൂടി സജീവമാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മനസ്സിലാക്കി സ്വാംശീകരിക്കേണ്ടത്. അത് നമ്മുടെ യുവതി യുവാക്കൾ, നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ യുവജന ശുശ്രൂഷകൾ ചിലപ്പോഴൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലെ യുവജന ശുശ്രൂഷയിലെ കുട്ടികൾ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കുകയില്ല, വിടാൻ സമ്മതിക്കുകയില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പോകാൻ സമ്മതിക്കുകയില്ല. പക്ഷേ കോളേജിൽ നിന്ന് എക്സ്കർഷന് പോയിരിക്കുന്നത് 5 ദിവസത്തേക്കാണ്. ഒരു പ്രശ്നവുമില്ല. ഞാനീ പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥ സ്ഥിതി, നമ്മൾ ഇതിനെ കുറച്ചുകൂടി നമ്മളുടെ സഭാജീവിതത്തിലെ ഈ വൈതരണി ഗൗരവതരമായി എടുക്കുന്നുവെങ്കിൽ ഗൗരവതരമായ ചില സമർപ്പണം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഇടവകയിലെ മക്കൾ ഒരുമിച്ച് സംസാരിക്കുന്നതും വളരുന്നതും അവർ പരസ്പരം അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും ആയ ഒരു കൾച്ചർ, ആണ് പെണ്ണ് എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ കുടുംബത്തിലെ ഒരു മകൻ, ഒരു മകൾ, വിദ്യാഭ്യാസമുള്ള ഒരു യുവാവ്, ഒരു യുവതി, ഇങ്ങനെ കാണുന്ന ഒരു ആരോഗ്യകരമായ ഒരു സമീപനത്തിലേക്ക് വരുന്നതിന് ആരാണ് തടസ്സം നിൽക്കുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ളവർ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. സാങ്കേതികത്തിൻ്റെ പേരിലോ
വ്യർത്ഥാഭിമാനത്തിൻ്റെ പേരിലോ ഈ കുട്ടികൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അതേസമയം 5 ദിവസത്തേക്ക് വളരെ ഫ്രീ ആയി മൂവ് ചെയ്യുന്നതിന് ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നമുക്ക് മടിയില്ല. മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, അപ്പോൾ ചില ദുരഭിമാന ചിന്തകൾ നമ്മൾക്ക് വിട്ടുമാറേണ്ടതുണ്ട്. ഇനി കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് പഴയ കാലം തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പുനരാവിഷ്കരിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക തന്നെ വേണം. അതിന് മടിക്കുന്ന ഒരു റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ് എന്ന് പറയുന്ന കാര്യം ഇന്നുണ്ടോ? അതിന് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നുണ്ടോ? ഭയമല്ലേ പലപ്പോഴും. കുട്ടികളെ വഴക്ക് പറയാൻ ഭയമുണ്ട് എന്ന കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അത് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 2 മക്കളേ ഉള്ളൂ, ഇറങ്ങിപ്പോകുമോ, എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ വിഷയങ്ങളിൽ വളരെ പ്രകടമാണ്. ഇനി അന്യായ മാർഗങ്ങളിലൂടെ കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്നത് പ്രാകൃത രീതിയാണ്. അതിനെ നമുക്ക്, അതായത് സ്നേഹം നടിച്ച് സ്നേഹിക്കുന്നുവെന്ന ഒരു ധ്വനി ഉണ്ടാക്കി അങ്ങനെ ഒരു ചമയമൊക്കെ അണിയിച്ച് നടത്തുന്നത് അത് ഭീകരമാണ്, അത് കിരാതമാണ്. അത് വനത്തിലെ നിയമം പോലുമല്ല, വനാന്തരങ്ങളിലെ നിയമമായിരിക്കാം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്കാവില്ല, അത് ശരിയല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും അത് ഗൗരവതരമായി ഉത്തരവാദിത്തപ്പെട്ട അധികാരമുള്ളവർ അതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതാണ്. നമ്മുടെ വിഷയം സഭയ്ക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും വീണ്ടും നമ്മുടെ ഒരു ആവശ്യകതയിലേക്ക്. ഇനി നമ്മളുടെ ഒരു പ്രേക്ഷിത ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, യുവജന ശുശ്രൂഷ. ഹൗ ഫാർ വി ആർ എക്വിപ്ഡ്? ഈ അജപാലന ശുശ്രൂഷ ചെയ്യുന്ന ഈ വൈദികനോ ഈ പ്രേക്ഷിതനോ ഈ സമർപ്പിതനോ ഇതിൽ എക്വിപ്ഡ് ആണോ? നമ്മുടെ പരിശീലനത്തിൽ യുവജനങ്ങളെ അനുധാവനം ചെയ്യുന്നതിന് ആവശ്യകമായ ഒരു പരിശീലനം നമുക്ക് ലഭിക്കുന്നുണ്ടോ, കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വിഷയം യുവജനങ്ങളുടെ ഈ അകൽച്ചയാണ് എങ്കിൽ ഈ അകൽച്ച കുറയ്ക്കുന്നതിനുള്ള കാലോചിതമായ ചില സമീപനങ്ങൾ കണ്ടെത്താൻ സഭ നിർബന്ധിതയായിരിക്കുന്നു. അവിടെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിതാവ് അക്കമ്പനിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പിതാവ് ഈ അക്കമ്പനിമെൻറ്റ് വിത്ത് യുവത്വത്തിലേക്ക് കുട്ടികൾ എത്തുന്നതിന് മുൻപൊരു സ്റ്റേജ് ഉണ്ടല്ലോ. ഞാനിത് പറയുന്നത് ഫെയ്ത്ത് ഫോർമേഷനെ കുറിച്ച്, അതായത് ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ എങ്ങനെ എത്തപ്പെടുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഭവം അതൊരു യുവത്വത്തിലല്ല. ചെറുപ്പം തൊട്ടേ കുട്ടികളിൽ അല്ലെ അക്കമ്പനിമെൻ്റ് അവിടെ നടക്കുകയാണ്, ആ ഒരു ഫോളോയിങ് ആണ്. നമ്മൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് വെദർ ഇറ്റ് ഈസ് മലങ്കര ഓർ ലാറ്റിൻ ഓർ സിറിയൻ എവിടെയാണെങ്കിലും നമുക്ക് ഈ സൺഡേ പരിശീലനം അല്ലെങ്കിൽ വേദപാഠ പരിശീലനം എന്ന് പറയുന്നത് ആഴ്ചയിൽ 1 ദിവസമാണുള്ളത്. അതും 2 മണിക്കൂർ കഷ്ടി നടന്നു. കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അവർക്ക് എക്സ്ക്യൂസസ് അവർക്ക് വേറെയുണ്ട്, എക്സാമോ എക്സിബിഷൻ അങ്ങനെ അവരുടെ വിഷയങ്ങൾ വേറെ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ മറ്റ് പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ഏജ് വരെ ടീനേജ് വരെ എല്ലാ ദിവസവും ഈ മതപരിശീലനം പഠനം നടക്കുന്നുണ്ട്. ആ ഒരു പരിശീലനം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ദൂരം നോക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ലവ് ജിഹാദിലേക്ക് നമ്മുടെ കുട്ടികൾ വളരെ ഈസി ആയിട്ട് ആകർഷിക്കപ്പെടുകയാണ്. 12 വർഷം വേദപാഠം പഠിച്ചിട്ടും ക്രിസ്തു ആരെന്നോ ദൈവസ്നേഹം എന്തെന്നോ അറിയില്ലാത്തത് കൊണ്ടാണ് ഇവർ വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ ശരിക്കും ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ തക്ക പരിശീലനം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പോവില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു പരിശീലനത്തിൻ്റെ കുറവ് കുടുംബത്തിൽ സഭയിൽ നിന്നല്ലേ ഇത് കുടുംബത്തിലേക്ക് എത്തേണ്ടത്. അത് നടക്കുന്നുണ്ടോ, നടന്നിട്ടുണ്ടോ? അതൊരു വലിയ കുറവല്ലേ പിതാവേ? എനിക്ക് അതിനെക്കുറിച്ചൊരു ഉത്തരം. ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇതിൻ്റെ ബന്ധപ്പെട്ട സമിതികളും ബന്ധപ്പെട്ട ആളുകളും, അതായത് നമ്മൾ കൊടുക്കുന്ന ഈ പരിശീലനം ഇവരുടെ ജീവിതത്തെ സ്വാധീനിക്കത്തക്കതുപോലെ ശക്തിയുള്ളതാണോ? എത്രത്തോളം? അപ്പോൾ അതിന് ചില പാഠങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തണം. പാഠം ഉൾപ്പെടുത്തുന്നത് കൊണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആ പാഠമെന്ന് ഞാൻ പറയുന്നത് വെറുതെ ഒരു ക്ലാസ് മുറിയിലെ പാഠമല്ല, ദ ലെസൺസ് ഫോർ ലൈഫ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ അക്കമ്പനിമെൻ്റ് ഈ വിവാഹത്തിൽ ശേഷമുള്ള കാലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശിശുവായി രൂപപ്പെടുന്നതിന് മുൻപ് ഈ അക്കമ്പനിമെൻ്റ് തുടങ്ങുകയാണ്.
ഓഫ് കോഴ്സ്, അതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറയുന്ന മാമോദിസായിലൂടെയൊക്കെ വന്നു കഴിയുമ്പോഴും ഈ ശിശുവായി പിറക്കുന്നതിന് മുൻപ് തന്നെ ഈ അമ്മയുടെ ഉള്ളിൽ തന്നെ നടത്തുന്ന നമ്മൾ നടത്തുന്ന ഒരു ശുശ്രൂഷയുണ്ടല്ലോ, ഒരു ആത്മീയമായ ശുശ്രൂഷ. നമ്മളതിൻ്റെ റിലിജിയോസിറ്റിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ നമ്മൾ വ്യക്തമായ ബോധ്യത്തിൽ ഈ പരിശീലനത്തിൽ ഏർപ്പെടണം. അതായത് ഈ ഒരു സാമുദായിക ചിന്ത, റിലിജിയോസിറ്റി, അത് നമ്മുടെ ഒരു സഭാജീവിതത്തിൻ്റെ ഒരു ഘടകമാണ്, വ്യത്യസ്തമായ ഘടകമാണ്, നമുക്ക് ആവശ്യമുള്ള ഘടകമാണ്. ബട്ട് വാട്ട് മേക്സ് യു ഡിഫറെൻ്റ് ഈസ് യുവർ സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മീയതയാണ് ഈ കാര്യത്തിന് മുകളിൽ നിൽക്കുന്ന വസ്തുത. അല്ലെങ്കിൽ നമ്മൾ ഒരു വംശീയ ചിന്താഗതിയിലേക്ക് മാറിപ്പോകും. തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ സത്തയെ, എൻ്റെ ആത്മാവിനെ പരിരക്ഷിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് ആത്മീയതയുടെ വിഷയങ്ങൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വിഷയം നമുക്ക് നേരിടേണ്ടി വരുന്നു? എക്സെപ്ഷൻ ഷുഡ് ബി ടേക്കൺ ആസ് എക്സെപ്ഷൻ. ചില എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടാകും. ഇതൊരു ജനറലായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമായി വരുന്നെങ്കിൽ നമ്മളതിനെ ഒരുമിച്ചിരുന്ന് ഗൗരവത്തോടു കൂടി, അപ്പോൾ ഏകപക്ഷീയമായി നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കില്ല, ആ ഉത്തരത്തിന് കുറവും വരും. ഒരുമിച്ചിരുന്ന് പ്രത്യേകിച്ച് ഈ ക്ലേശം അനുഭവിക്കുന്ന കുട്ടികളോട് ചേർന്ന് നിന്ന് ഇതിനൊരു പരിഹാരം നമ്മൾ നിർണയിക്കുക അടിയന്തരമായ വിഷയമാണ്. അതോടൊപ്പം തന്നെ ഇത് കൂടാതെയുള്ള മറ്റു ചില സമ്മർദ്ദങ്ങൾ ബാഹ്യമായി വരുന്നുവെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു ക്രമീകരണം കൂടി നമുക്ക് അതിൻ്റെ നിയമവ്യവസ്ഥയിലും അല്ലാതെയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അക്കമ്പനിമെൻറ്റ് ഈസ് എ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം വാടുമ്പോൾ അമ്മമാർക്ക് അതിൻ്റെ കാര്യം അറിയാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സഭാജീവിതത്തിലെ യുവത്വത്തിനും ഈ ശൈശവത്തിനും ഏൽക്കുന്ന ആഘാതങ്ങൾ വായിച്ചറിയാൻ സഭയ്ക്ക് വേഗത്തിൽ കഴിയണം. വാക്കുകളെ വാളുകളാക്കി വിചാരത്തെ വിജ്ഞാനമാക്കി മാറ്റിയ അഭിവന്യ പിതാവിൻ്റെ വിലയേറിയ ഈ സമയത്തിന് നന്ദി. വോയിസ് ഓഫ് ദി ചർച്ചിൻ്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി പിതാവേ.